ഹലോ. പറ. 5 കടയോ? നീ ആദ്യം ഒരെണ്ണം വിജയിപ്പിച്ച് കാണിക്ക്, എന്നിട്ട് ആലോചിക്കാം നമുക്ക്. ആ, ശരി ശരി. അതൊന്നും പൈസ ഒന്നും പ്രശ്നമല്ലാതെ. 100 രൂപയല്ലോ ഒരു ദിവസം വാടക, ഒരു ബനിയും വിട്ടാൽ പൈസ കിട്ടില്ലേ? ശരി. ഓക്കെ. കേട്ടില്ലേ? 5 കടാന്ന്. 5 നമുക്ക് 50 കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. എൻ്റെ ഒരു ഐഡിയയിൽ ഒരു ചെറിയ കട എടുത്ത് നല്ല ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെയാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ആദ്യമായിട്ടാണ് ഈ കാണുന്ന പ്രൊജക്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ മലയാറ്റൂരിലൂടെ പാസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ മലയാറ്റൂർക്കാരാണെങ്കിൽ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ അടിവാരത്ത് മണപ്പാട്ട് ചീരോട് ചേർന്ന് ഇത്രയും വലിയൊരു പ്രൊജക്ട് നടക്കുന്നത്. പലരും വണ്ടി നിർത്തി നമ്മുടെ ഇരിക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്താ സംഭവം ഇവിടെ, എന്താ വന്നേന്നുള്ളത്. സോ അത് പല ഊഹാപോഹങ്ങളുണ്ട്. ഇത് ചിൽഡ്രൻസ് പാർക്കാന്ന് പറയുന്നവരുണ്ട്, ഇപ്പം നമ്മുടെ കൺവെൻഷൻ സെന്റർ റിസോർട്ടാന്ന് പറയുന്നുണ്ട്, പിന്നെ ഗോഡൗൺ ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പല അഭ്യൂഹങ്ങളാണ്. ഇത് എന്താണ് ഇവിടെ വരുന്നതെന്ന് നമ്മൾ ഒഫീഷ്യലി ഞാൻ സത്യം പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇത് എൻ്റെ മനസ്സിലുള്ള കൊല്ലങ്ങളായിട്ടുള്ള എന്നൊന്നിലെയല്ല, മോർ ദാൻ 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് തൊട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ജോലിയുടെ ആവശ്യത്തിനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ, എസ്പെഷ്യലി ഡൽഹി, ബാംഗ്ലൂർ പോലുള്ള സൈറ്റുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റുകളിൽ പോകാറുണ്ട്. ഡൽഹിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മാർക്കറ്റുകൾ ഡൽഹിയുണ്ട്. അപ്പോൾ ആക്ച്വലി സരോജിനി മാർക്കറ്റൊക്കെയാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. നിങ്ങൾ ഡൽഹിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു വലിയ മാർക്കറ്റാണ്, 100-200 ഷോപ്പുകളുള്ള, എന്നും കിട്ടും. നമ്മുടെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പോൾ ഞാൻ ചെന്നിട്ട് എൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അതുവരെ ഉണ്ടാക്കി തരുന്ന അത്തരം മാർക്കറ്റ്. ചെന്നൈയിൽ പാരീസ് ഉണ്ട്, ബാംഗ്ലൂർ അതുപോലെ മാർക്കറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ കൊച്ചിയിൽ അങ്ങനൊരു മാർക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അങ്ങനൊരു മാർക്കറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. സോ അതൊരു പോരായ്മയാണ്, അതിനൊരു പരിഹാരം കാണാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർക്കറ്റ് കൊച്ചിയിൽ കൊണ്ടുവരാമെന്നുള്ളത് എനിക്ക് അന്നോട്ടുള്ള, എനിക്കൊന്ന് ഞാൻ ബാങ്കിൽ ജോലിക്ക് കയറി 2011-12 കയറി എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ഡൽഹിയിലേക്ക് പോയപ്പം അന്ന് തൊട്ട് എൻ്റെ മനസ്സിലൊരു സ്വപ്നമാണ് ഇങ്ങനെ കൊണ്ടുവരണം. പല വഴി ആലോചിച്ചു. ഒരു കണ്ടെയ്നറുകൾ നിരത്തിയിട്ടുണ്ടാക്കിയാലോ, അല്ലെങ്കിൽ മൂവബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ആലോചിച്ചു. സോ അങ്ങനെ പല വഴികൾ ആലോചിച്ച് ലാസ്റ്റാണ് ഇങ്ങനെ ഇതിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൊരു ഐഡിയ കിട്ടുകയാണ് ഇവിടെ എന്താ വരുന്നത് എന്നുള്ളത്. എക്സാക്ട്ലി ഡൽഹിയിലൊക്കെ ഉള്ള ഒരു സരോജിനി മാർക്കറ്റിൻ്റെ ഒരു മിനി വേഷൻ അല്ല, മിനി വേഷൻ അല്ല കേട്ടോ. സരോജിനി മാർക്കറ്റിൽ ആക്ച്വലി 160ഓളം കടയുള്ളൂ. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം അങ്ങനെ മനസ്സിലായത്. ഇവിടെ 300ഓളം ഷോപ്പുകളാണ് വരുന്നത്. അപ്പം നമ്മുടെ ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ ഉള്ള ഒരു സിംഗിൾ മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും വലുതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എനിക്കതിനെപ്പറ്റി ഒരു പഠനം നടത്തിയിട്ടില്ല, അതിൻ്റെ വലുപ്പമൊന്നും പറയാനല്ല വന്നിരിക്കുന്നത്. സോ എനിവേ തുടങ്ങി നമുക്ക് ഇത്രയും വലിയൊരു വിശാലമായിട്ടുള്ള ഏരിയ കിട്ടിയപ്പോൾ, ഇത് ഏകദേശം 6 ഏക്കറോളം സ്ഥലമുണ്ട്. ഇത്രയും ഏരിയ കിട്ടിയപ്പോഴാണ് ഇത്ര ഒരു വലിയ പ്രൊജക്റ്റായിട്ട് വന്നത്. ഞാൻ മുന്നോട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് നമ്മളോട് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവും. യെസ്, ഞാൻ പറഞ്ഞതുപോലെ കാര്യം എൻ്റെ സ്വപ്നമാണെങ്കിലും ഇതൊരു വലിയ സംരംഭമാണ്. 300 ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ഐറ്റം, ഡ്രസ്സുകളാവാം, ഫുഡാവാം, ബ്യൂട്ടി പാർലറുകളാവാം, ജിമ്മാവാം, സലൂൺ ആവാം. അങ്ങനെ ഒത്തിരി കൈൻഡ് ഓഫ് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ഒറ്റയ്ക്കിട്ട് തലയിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വട്ടുപിടിക്കുന്നല്ലാതെ ഫൈനലി എങ്ങും തീരാൻ പോകുന്നില്ല. സോ അതിനെനിക്ക് നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾ ലക്ഷങ്ങൾ പൈസയായിട്ട് തരാമെന്നല്ല ആവശ്യപ്പെടുന്നത്. ജസ്റ്റ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാം. നിങ്ങളുടെ മനസ്സിൽ കുറേ ആശയങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും അല്ലേ? ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാൻ എംപ്ലോയിഡ് ആയിരുന്നു, ഞാനൊരു ബാങ്ക് ജോലിക്കാരനായിരുന്നു, നീണ്ട 10 കൊല്ലത്തോളം ബാങ്കിൽ ജോലി ചെയ്തു. അപ്പോൾ എൻ്റെ ബാങ്കിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലുള്ള ആഗ്രഹമാണ് എന്തെങ്കിലും തുടങ്ങണം. ഈ ജോലി മാത്രം പോരാ, എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ചെയ്യാം. അതിന് പക്ഷേ ഒരു കംഫോർട്ട് സോണിൽ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പം എന്നെ പോലെ പുറത്തേക്ക് ചാടാൻ ഒരു മടി. ഇപ്പം ഞാൻ എൻ്റെ ജോലി കളയാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടുള്ള വലിയ ബിസിനസ്സുകൾ ചെയ്യാനും കാണിച്ചൊരു ധൈര്യം പലരും കാണിക്കാത്തതുകൊണ്ടാണ്. എന്നെക്കാളും വലിയ എന്താ പറയുക ആഗ്രഹങ്ങളും കഴിവുള്ള ആൾക്കാരൊക്കെ നാട്ടിലുണ്ടെങ്കിലും അവർ ഈ പറയുന്ന കംഫോർട്ട് സോണിൽ ഇരിക്കുവാണ്. ഈ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് ചാടാത്തത് കൊണ്ടാണ് പലരും ഇതുപോലത്തെ സംഭവങ്ങളൊന്നും വരാത്തത്. സോ നമ്മൾ ആ റിസ്ക് എടുത്തു, ഒരു പരിധി വരെ നമ്മളെക്കൊണ്ട് സക്സസ് ആവാൻ സാധിച്ചു. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നോളമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ വർക്കുകളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഒരു 6 ഏക്കറിൽ ഓൾമോസ്റ്റ് ഒരു 1/4 ഭാഗം പണി ഏകദേശം പൂർത്തിയായി. ഈ പറയുന്ന കടമുറികളൊക്കെ ഏകദേശം പൂർത്തിയായി. നിങ്ങൾ നേരത്തെ കണ്ടുപോലെ ഒരു 90% ബുക്കിംഗുമായിട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമ്മൾ പണിതിരിക്കുന്നത് 70ഓളം കടമുറികളാണ്. ഇതിലെനിക്ക് തോന്നുന്നു ഒരു 8-10 കടമുറികളാണ് ബാലൻസ് ഉള്ളൂ. ബാക്കി ഫ്രണ്ടിലെ കടമുറികളെല്ലാം സെയിലായി പോയി. ഞാനിങ്ങനെ വീഡിയോ ചെയ്യാണ്ട് തന്നെ, ഇതൊരു മാർക്കറ്റിങ്ങോ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, അല്ലാണ്ട് തന്നെ സെയിലായി പോയി. ബിക്കോസ് ഈ വഴി പോകുന്ന ആൾക്കാർ തന്നെ ചോദിക്കും എന്താ അവിടെ ചോദിക്കും. കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവർ ഇൻട്രസ്റ്റോടുകൂടി വരും. ഇൻട്രസ്റ്റോടുകൂടി വരാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ, ഇതിൻ്റെ പ്രൈസിങ്. ഇത് നിങ്ങൾക്കറിയാം, മലയാറ്റൂർ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഒരു കൊല്ലത്തിൽ ഒരു 4 മാസത്തോളം ഇവിടെ വരുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. അത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ നമ്മൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരു 3 മാസം സീസൺ ഉണ്ട്. ഇപ്പോൾ ഡിസംബറിൽ നിങ്ങൾക്കറിയാം
കൊച്ചി കാർണിവലിനേക്കാളും വലിയൊരു ഫെസ്റ്റിവലാണ് മലയാറ്റൂരുള്ളത്, മലയാറ്റൂർ കാർണിവൽ. ഇപ്പം ആരും കൊച്ചിയിലേക്ക് പോകില്ല, തിരക്കും സൗകര്യക്കുറവുള്ളതുകൊണ്ട് എല്ലാവരും മലയാറ്റൂരാണ് വരുന്നത്. സോ മലയാറ്റൂർ കാർണിവൽ നടക്കുന്നത് ഇവിടെയാണ്. മേ ബി ഇത്തവണ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തും എന്തെങ്കിലുമൊക്കെ റൈഡുകളൊക്കെ കാണാൻ പറ്റുമായിരിക്കും. നമ്മൾ അതിനുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവർ വന്നാൽ ഈ റൈഡുകൾ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് വരും. ഇനി വന്നില്ലെങ്കിൽ തന്നെ ഫ്യൂച്ചറിൽ നമ്മളായിട്ട് കൊണ്ടുവരും. കംപ്ലീഷൻ മേ ബി ഒരു 1-2 കൊല്ലത്തിനുള്ളിലാണ് ഇതിൻ്റെ ഫുൾ ലെവൽ കംപ്ലീഷൻ പൂർത്തിയാവുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഫസ്റ്റ് ഫേസിൽ നമ്മൾ വരുന്നത് നമ്മുടെ ഒരു ഓപ്പൺ കൺവെൻഷൻ സെൻറ്റർ, സ്റ്റേജ്, റിസോർട്ടുകൾ, ദെൻ ഈ പറയുന്ന 70ഓളം ഷോപ്പ് ആൻഡ് കുറച്ച് കാര്യം കൂടി വരുന്നുണ്ട്, കാർ വാഷ്, ജിമ്മ്, ടർഫ്. ഇതൊക്കെ ഈ 1-2 മാസങ്ങളിൽ ഓപ്പൺ ആവും. ഇതൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആയി പോയിട്ടുള്ളതാണ്. സോ നിങ്ങൾക്കുള്ള അവസരം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഐ മീൻ ചെറിയൊരു കട, ഇവനൊരു പെട്ടിക്കറി ആണെങ്കിൽ അങ്ങനെ, ഒരു മുറുക്കൻ ആണെങ്കിൽ അങ്ങനെ, ബജ്ജി കട, കഫേസ്, ടെക്സ്റ്റൈൽസ്, ചെരുപ്പിൻ്റെ കടകൾ, സലൂൺ, ലേഡീസിൻ്റെ ചെറിയ ഓർണമെന്റ്സ്, പിന്നെ ടോയ് ഷോപ്പ്, കുട്ടികളുടെയൊക്കെ ടോയ്സിൻ്റെ ഒക്കെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഹെവി മാർജിനാണ്. എനിക്ക് തോന്നുന്നു 40-50% ലാഭം. ഒരു പാവ വിറ്റാൽ പകുതിയാണ് നിങ്ങൾക്ക് ലാഭം. ആൻഡ് ഇതിനൊക്കെ ഉപരി ഇതിലൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രൈസിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ചെറിയ ആൾക്കാരാണ് എനിക്ക് വേണ്ടത്. ഈ കടകൾ മൊത്തത്തിലെടുത്ത് ഒരു വലിയ ലുലുമാൾ പോലെ പണിയുന്ന ഒരാളെ നമുക്ക് വേണ്ട. നമുക്കൊരു കുഞ്ഞ് ഷോപ്പ് എടുത്ത് അതിൽ നല്ലൊരു സംരംഭം കെട്ടിപ്പടുത്തുന്ന ആൾക്കാരെയാണ്. സോ അവരെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, ഇത് മുന്നോട്ട് പോകണമെങ്കിലും ഒരു ചീപ്പ് പ്രൈസ് തന്നെ കൊടുക്കണം. കാരണം മാർക്കറ്റുകൾ പോലുള്ള സംഭവം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപയ്ക്കും 50 രൂപയ്ക്കും ബനിയനും കിട്ടണമെങ്കിൽ അത്രയും ചെറിയ രീതിയിൽ കൊടുത്താലാണ് പറ്റുള്ളൂ. സോ ഇവിടെ ഡെയിലി 100 രൂപ റെന്റ് തൊട്ടുള്ള കടമുറികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ക്വയർ ഫീറ്റിലാണ് റേറ്റ് ഇടുന്നത്. ഒരു സ്ക്വയർ ഫീറ്റിന് മാസവാടകയായിട്ട് 25 രൂപയാണ്. സോ നിങ്ങൾക്ക് 100 സ്ക്വയർ ഫീറ്റാണ് എടുക്കണമെങ്കിൽ ഒരു മാസം 2500 രൂപയെ വരുള്ളൂ. ഒരു മാസം 2500 രൂപ, വിച്ച് മീൻസ് 100 രൂപയെ കുറവാണ് ഒരു കടമുറിക്ക് നിങ്ങൾക്ക് ചിലവാകുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെറിയ തുണിക്കടയോ ടോയ്സിൻ്റെ ഒരു ഷോപ്പ് ഇട്ടു, ഒരു പാവ വിറ്റാൽ നിങ്ങൾക്ക് 100-200 രൂപ കിട്ടും. സോ ആ ഒരു പാവയുടെ കോസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നുള്ളൂ. ആൻഡ് വാട്ടർ കണക്ഷൻ, ഇലക്ട്രിസിറ്റി കണക്ഷൻ, നിങ്ങളുടെ വേസ്റ്റ് മാനേജ്മെന്റ്, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഇതുപോലെ ഇത്ര ഭംഗിയായി ക്ലീനായി ടൈലൊക്കെ ഇട്ടാണ് നമ്മൾ ഇതിന്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. സോ എത്ര പേര് വേണമെങ്കിലും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി സീസണലിൽ നേരത്തെ പറഞ്ഞ പോലെ മലയാറ്റൂർ 4 മാസം സീസൺ ടൈമാണ്. ഡിസംബറിൽ ക്രിസ്മസും കാർണിവലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ജഗപുക. ഇനിയും പെരുന്നാൾ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഇവിടെ ഒരു സൂചി കുത്താൻ സ്ഥലമില്ലാത്തൊരു സ്ഥലമാണ് മലയാറ്റൂര്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ 4 മാസം വരുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കാൻ നിങ്ങൾക്ക് കിട്ടിയൊരു അവസരം. വളരെ ചീപ്പ് കോസ്റ്റിൽ ഇത്രയും നല്ല ലൊക്കേഷനിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളാകെ ചെയ്യേണ്ടത് ഇത്രയും വലിയ സംഭവത്തിൽ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ ഒരു പാഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുവാണ്. സോ ഇത്ര ചീപ്പ് കോസ്റ്റിൽ സ്ക്വയർ ഫീറ്റ് 25 രൂപ എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പ് കോസ്റ്റിൽ നിങ്ങൾക്ക് 100 സ്ക്വയർ ഫീറ്റോ 200 സ്ക്വയർ ഫീറ്റോ 1000-2000 എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വരാൻ ബുക്ക് ചെയ്യാം. ആൻഡ് 1000-2000 സ്ക്വയർ ഫീറ്റിലേക്കൊക്കെ പോകുമ്പോൾ റേറ്റ് വീണ്ടും കുറയും. സ്ക്വയർ ഫീറ്റ് 15 രൂപയാണ് വലിയ സ്ഥലങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജിമ്മ്, കാർ വാഷ് പോലുള്ള 1000 സ്ക്വയർ ഫീറ്റിനൊക്കെ മുകളിലെ ഏരിയ വേണ്ട സ്ഥലങ്ങൾക്ക് റേറ്റ് വീണ്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതാണ്. സോ പ്രൈസിങ്ങിൻ്റെയും ബുക്കിംഗ് കാര്യങ്ങളുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും. സോ നിങ്ങൾക്ക് എന്ത് ബിസിനസ് ആശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം. ഈ ഫ്രണ്ട് ഫേസ് മൊത്തം നമ്മുടെ നക്ഷത്ര തടാകം, മണപ്പാട്ട് ചിറ എന്നൊക്കെ പറയുന്ന ഇത്രയും നല്ല ലേക്ക് വ്യൂവോട് കൂടിയിട്ടുള്ള ഈ ഏരിയ, ഇത് ഫുൾ ഫുഡ് കോർട്ടാണ്. ഇതിലെല്ലാം വരുന്നത് നിങ്ങൾക്ക് വന്ന് അടിപൊളിയായിട്ടുള്ള ഫുഡ് എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണ്. ബട്ട് ഈ ഏരിയക്ക് ബുക്ക്ഡ് ആണ്. ഞാൻ ചുമ്മാ മാർക്കറ്റിംഗ് ഇതിനു വേണ്ടി പറയുന്നതല്ല. ഓൾറെഡി ഇതിലൊക്കെ ആൾക്കാർ വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പണികൾ നടക്കുന്നത് കാണാം. അതൊക്കെ അതാത് കടക്കാർ അവരുടെ ഇന്റീരിയേഴ്സ് ചെയ്യുന്നതാണ്. സോ ഇതെല്ലാം ഫുഡ് കോർട്ടുകളാണ്. മൊത്തം വരുന്ന 14 ഷോപ്പുകളും ഫുഡ് കോർട്ടാണ്. ഇനി അങ്ങോട്ടും ഫുഡ് കോർട്ടുകൾ വരുന്നുണ്ട്. സോ ഫ്രണ്ട് ഫേസ് മൊത്തം നമ്മൾ ഫുഡ് ആൻഡ് ബിവറേജസ് അത്തരം കാര്യങ്ങൾക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ജ്യൂസ് ഐറ്റംസ്, ഫുഡ്, ബേക്കറി ഐറ്റംസ്, ഹോട്ടൽസ്, പിന്നെ മന്തി പോലെ പുതിയ ന്യൂ ജനറേഷൻ ഐറ്റംസ്, ഐസ്ക്രീം കടകൾ, അങ്ങനെ ഫുഡ് ഐറ്റംസ്. ഒരു ഫുഡ് സ്ട്രീറ്റിൽ പോയാൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ വരും. ഏകദേശം 50ഓളം ഔട്ട്ലെറ്റ് ആണ് ഇവിടെ വരുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കൽ മാത്രമല്ല എന്റെ സംഭവം. ഇത് നോക്കിയേ, ഈ ഒരു വ്യൂവിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇവിടെ ഒരു ടേബിളൊക്കെ ഇട്ട് ഒരു ചായയും കുടിച്ചുകൊണ്ട് ഇരിക്കാൻ തന്നെ എന്ത് രസമല്ലേ. ഇപ്പൊ നട്ടുവെച്ചാൽ നിൽക്കുന്നത് ചെറിയൊരു മരത്തിന്റെ തണലുണ്ട്. ഈ കാറ്റ് കടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ സ്വർഗം. സോ ഞാൻ എൻ്റെ തന്നെ പ്രചരണ പോയിട്ടുന്നതല്ല, നിങ്ങൾ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവും. ശരിക്കും മലയാറ്റൂർ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു അൺപെനിട്രേറ്റഡ് ഏരിയ ആണ്. കൊടൈക്കനാലോ മൈസൂർ ഊട്ടി മൂന്നാർ പോകുന്നത് പോലെ തന്നെ പോകാം, ആ ഒരു തണുപ്പില്ലാന്ന് മാത്രം. ബട്ട് ഇത്രയും നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തിനെ ശരിക്കും പെനിട്രേറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് എൻ്റെ ഭാഗത്തു നിന്ന് പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് ഇവിടെ തന്നെ കൊണ്ടുവന്നത്. ഞാനൊരു മലയാറ്റൂർക്കാരനായതൊന്നും മാത്രമല്ല, ഇവിടുത്തെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ആൻഡ് ഇത് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ പണിയാനുണ്ട്. നിങ്ങൾക്ക് നോക്കി അറിയാം ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇതൊക്കെ പുതിയ പുതിയ ഷോപ്പുകളുടെ കൺസ്ട്രക്ഷനാണ്. ഇപ്പോൾ പണിയുന്നതെല്ലാം ബുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ മടിച്ചു നിൽക്കരുത്. സോ പലരുടെയും മനസ്സിൽ ഇവിടെ ഒരു ഷോപ്പ് വേണമെന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും എന്താ ചിന്തിക്കുന്നതെന്ന് അറിയട്ടെ, തുടങ്ങിയിട്ട് ആലോചിക്കാം അല്ലേ. ഷോപ്പ് വരട്ടെ എന്ന് ആലോചിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ മലയാറ്റൂരുണ്ട്. അത് വലിയൊരു മണ്ടത്തരാ. അപ്പോൾ കണ്ടില്ലേ, ഈ ഫ്രണ്ടേജ് ഷോപ്പിന് ഒത്തിരി ഡിമാൻഡ് ഉള്ളതാണ്. എല്ലാവരും വന്നിട്ട് ചോദിക്കുന്നത് എനിക്ക് ഫ്രണ്ടിൽ തരുമെന്നാ. പക്ഷെ അവർ എത്ര നാൾ എവിടെയാവുന്നു, ഓൾറെഡി എല്ലാം ബുക്ക്ഡ് ആയി പോയി. അതുപോലെയാണ് ഇനിയും വരാതിരിക്കുന്ന ഷോപ്പുകളും. സോ ആ ആറ്റിറ്റ്യൂഡ് മാറ്റാം.
എൻ്റെ മനസ്സിലൊരു പാഷനും ആ ഒരു അഗ്രസീവ്നെസ് നിങ്ങളുടെ മനസ്സിലും വേണം. വരട്ടെ ഒരു കഞ്ഞി കുടിച്ച പോലെ ഇരുന്നിട്ട് വരട്ടെ ആലോചിക്കാമെന്ന് പറഞ്ഞിരുന്നാൽ ഇവിടെ ഒരു കാര്യം നടക്കില്ല. എടുത്തോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളെ സക്സസ്ഫുൾ ആവുള്ളൂ. സോ ഇങ്ങോട്ടുള്ള ഷോപ്പുകൾക്കും നിങ്ങൾക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ നേരത്തെ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് റിസർവ് ചെയ്യാം. ആൻഡ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ ഒത്തിരി പേരെ എന്നെ സമീപിച്ചു, എനിക്കൊരു 10 കട വേണം, എനിക്കൊരു 5 ഷോപ്പ് ഞാൻ എടുത്തോളാം, അല്ലെങ്കിൽ ഒരു 100 ഷോപ്പ് എടുക്കാൻ പാകത്തിന് ആൾക്കാർ വന്നു. പക്ഷെ അവരുടെ ഉദ്ദേശം നമ്മളിൽ നിന്ന് മേടിച്ച് പുറത്ത് കൂടിയ വാടകയ്ക്ക്, ഇപ്പോൾ സീസണിലൊക്കെ കൂടിയ വാടകയ്ക്ക് കൊടുക്കാനെന്നുള്ള. അങ്ങനെ കൂടിയ വാടകയ്ക്ക് കൊടുക്കുന്നത് എനിക്ക് തെറ്റില്ല. പക്ഷെ ഒരു ദിവസം പോലും ഷോപ്പ് അടഞ്ഞു കിടക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഒരു 3 മാസം നിങ്ങൾ ഷോപ്പ് എടുത്ത് നിങ്ങൾ പ്രവർത്തിപ്പിക്കാണ്ടിരുന്നാൽ നമ്മൾ ആ കരാർ ക്യാൻസൽ ചെയ്യും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്ട്രീറ്റാണ്, ഒരു ഫാഷൻ സ്ട്രീറ്റിൻ്റെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിൻ്റെ പ്രധാന അട്രാക്ഷൻ കടകൾ തന്നെയാണ്. അപ്പോൾ കടകൾ ചുമ്മാ അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും വരില്ല. സോ എല്ലാ കടയും സീസൺ നോക്കാതെ 365 ദിവസം തുറന്ന് പ്രവർത്തിപ്പിച്ച് ഇതൊരു വലിയ സക്സസ് ആക്കാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ആ മോളിൽ നിങ്ങൾക്ക് ആ വണ്ടി വരുന്ന സ്ഥലം കാണാം. അവിടെ പണി നടക്കുന്നത് ഒരു ജിമ്മിൻ്റെയാണ്. അവിടെ ഒരു AC ജിം വരുന്നുണ്ട്, വലിയ സ്പേസിൽ. ജിം മാത്രമല്ല ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റീം ബാത്ത്, സ്വിമ്മിംഗ് പരിശീലനം, ഇതൊക്കെ കൂടി അവിടെ വരുന്നുണ്ട്. ആൻഡ് അതിനോട് ചേർന്ന് തന്നെ കുട്ടികളുടെ ഒരു ഇൻഡോർ പാർക്ക് വരുന്നുണ്ട്. അത് ഫൈനൽ സ്റ്റേജാണ്, ഡിസ്കഷൻ പൂർത്തിയായിട്ടില്ല. അഡ്വാൻസ് കിട്ടിയിട്ടില്ല. ആരാണോ ആദ്യം അഡ്വാൻസ് തരുന്നത് അവർക്ക് കൊടുക്കും. സോ നമ്മുടെ ലുലുവിൻ്റെ അകത്തുള്ള ചിൽഡ്രൻസ് പാർക്കില്ലേ, അതുപോലത്തെ ഒരു ഇൻഡോർ ചിൽഡ്രൻസ് പാർക്കാണ് ആ ജിമ്മിനോട് ചേർന്ന് വരുന്നത്. അതുകൂടാതെ ഇവിടെ ഓപ്പൺ പാർക്കും വരുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഓപ്പൺ, ഇപ്പോൾ മലയാറ്റൂർ തന്നെ ഉണ്ട്, നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുള്ളത് പോലെ ഒരു ഓപ്പൺ പ്ലേ ഗ്രൗണ്ടും കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ടും നിലവിൽ പോയിട്ടില്ല. 1-2 പേര് വന്നിട്ടുണ്ട്, ബട്ട് ഫൈനലൈസ് ആയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കൊട്ടേഷൻ വയ്ക്കാം. എത്ര ഏരിയ വേണമെങ്കിലും നിങ്ങൾക്ക് അതിന് വേണ്ടി ഞാൻ മാപ്പ് ചെയ്ത് തരാം. ആൻഡ് ഇനി അങ്ങോട്ട് നോക്കിയേ, അങ്ങടുത്ത് കാണുന്നത് കാർ വാഷാണ്. കാർ വാഷ് എനിക്ക് തോന്നുന്ന ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു റിക്വയർമെന്റ് ആയിരുന്നു. കാരണം എല്ലാവർക്കും ഉള്ളൊരു എന്താ പറയുക, ഒരു ആവശ്യമാണ്. ഒരു കാർ വാഷ് കൊടുത്തിട്ട് ആ ബാക്കിയുള്ള സമയം എന്ത് ചെയ്യും? ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും വിട്ട് കാർ വാഷിങ്ങിന് ഇടും, 2-3 മണിക്കൂർ പോയി എടുക്കുവാണ്. സോ അങ്ങനെ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. സോ നിങ്ങൾക്ക് കാർ വാഷ് ചെയ്യുന്ന ഒരു സമയം ഫ്രീ ആവാതെ നിങ്ങൾക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാൻ, കുറച്ച് ചായ കുടിച്ച് ഒരു ഫ്രണ്ടിലിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോകാം, അല്ലെങ്കിൽ കുട്ടികളുടെ പാർക്കിൽ പോയി കുറച്ച് നേരം കളിക്കാം. സോ ഒരു കാർ വാഷുള്ള ഫെസിലിറ്റിയാണ്. അതൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആണ് കേട്ടോ, നിങ്ങൾക്കുള്ള അവസരമില്ല. ആൻഡ് ഇത് വീണ്ടും ഫുഡ് സ്ട്രീറ്റ് ആണ്. മണപ്പാട്ട് ചെറിയ അല്ലെങ്കിൽ നക്ഷത്ര വിഭാഗത്തിൻ്റെ മൊത്തം സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡൈനിങ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് ചായ കുടിക്കാം, നിങ്ങൾക്ക് ബേക്കറി ഐറ്റംസ്, കേക്ക്, ഐസ്ക്രീം, നിങ്ങളുടെ ലവേഴ്സായിട്ട് വന്നിരിക്കാനുള്ള ലവേഴ്സ് കോർണർ വരെ ഉൾപ്പെടുത്തിയിട്ടോ. ആരും പേടിക്കേണ്ട, എല്ലാത്തരം ആൾക്കാരെയും നമ്മൾ പരിഹരിക്കുന്നുണ്ട്. സ്മോക്കേഴ്സ്, നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാനുള്ള സ്മോക്കിംഗ് സോൺ ഉണ്ട്, പബ്ലിക് സ്മോക്കിംഗ് ഒഴിവാക്കാനായിട്ട്. ലവേഴ്സ് ആണോ, കുറച്ച് രഹസ്യമൊക്കെ പറഞ്ഞിരിക്കാൻ അതിനുള്ള ഏരിയ നമ്മൾ മോൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കൊരു ഇവന്റ് നടത്തണം, നിങ്ങൾക്ക് സ്റ്റേജും അവസരവും ഫ്രീ. ഈ ലൈനിന്റെ നേരങ്ങ് ഇതാണ് നമ്മുടെ മെയിൻ എൻട്രി ലൈൻ. ഇത്രയും വലിയ, നിങ്ങൾ നമ്മുടെ റോഡിന് പോലും ഈ വീതി കണ്ടുണ്ടാവില്ല അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു 40 അടി വീതിയുണ്ട്. നിങ്ങളുടെ റോഡിന് എത്ര വീതിയുണ്ട്? ഹൈവേ, കാലടി മലയാറ്റൂർക്ക് പോകുന്ന ഹൈവേക്ക് പോലും ഈ വീതിയില്ല. നോക്കിയേ, 40 അടി വീതിയിലാണ് നമ്മൾ ഈ റോഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ലൈൻ നേരെ മുകളിലേക്ക് പോകും. അങ്ങ് എൻഡിലാണ് ഈ സ്റ്റേജ് വരുന്നത്. അവിടെ നിങ്ങൾക്കൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം, നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ. എനിക്ക് പൈസയൊന്നും തരണ്ട. നിങ്ങൾക്ക് വന്ന് എന്ത് ആക്ടിവിറ്റി, നിങ്ങളൊരു മ്യൂസീഷ്യനാണെങ്കിൽ ഗിത്താർ ഐറ്റംസ്, അല്ലെങ്കിൽ ഒരു ലൈവ് മ്യൂസിക് ഷോ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു മാജിക്, അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ, പാട്ട്, ഗാനമേള, ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്ത് പരിപാടികളും നിങ്ങൾക്ക് ഇവിടെ ഈവനിങ്ങിലോ ഏത് ടൈമിൽ വേണമെങ്കിലും നടത്താം. ഇത്രയും നല്ലൊരു എന്താ പറയുക, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആൾക്കാർക്ക് നിൽക്കാനും നിങ്ങളുടെ പരിപാടി കാണാനും പറ്റും. ഈ ഭൂമിയുടെ കിടപ്പ് തന്നെ അങ്ങനെയാണ്. സോ ആ ടോപ്പിൽ നിന്ന് പരിപാടി എടുത്താൽ സെപ്പറേറ്റ് സ്റ്റേജ് ഒന്നും കെട്ടേണ്ട ആവശ്യമില്ല. ഇവിടെ എവിടെ നിൽക്കുന്നവർക്ക് വേണമെങ്കിലും ഈ പരിപാടികൾ കാണാനും ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. സോ ഇങ്ങനെ ഒരു വെറൈറ്റി തീമുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡൽഹിയിലും ബോംബെയിലുള്ള മാർക്കറ്റിൽ ഇതൊന്നുമില്ല. അവിടെ ജസ്റ്റ് എല്ലാം ഷോപ്പ് ചെയ്യാൻ പോരാ. ഇവിടെ ഷോപ്പിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് ഫൺ ആക്ടിവിറ്റീസിനും, നിങ്ങൾക്ക് ഗെയിം ഫിറ്റ്നസ് സെന്റേഴ്സ്, ഒരു 1-2 മാസത്തിനുള്ള ടെർഫ് ഓപ്പൺ ആവും. ഇതിന്റെ തൊട്ട് മുകളിലാണ് നാച്ചുറൽ ആയിട്ടുള്ള ടെർഫാണ്. ഇപ്പോൾ പല ടെർഫിലുള്ള ഒരു പോരായ്മ, ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ട് കാല് വേണ്ടിയെടുക്കുന്നു, കളിക്കുമ്പോൾ പരിക്ക് പറ്റുന്നുള്ളൊരു പരാതിയുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളൊരു എന്താ പറയുക, മണ്ണിന് തന്നെ ഒരു അടിപൊളി ടെർഫാണ് ഇവിടെ എടുക്കുന്നത്. വലിയ ടെർഫാണ്, നിങ്ങൾക്ക് വലിയ വലിയ മാച്ചുകളൊക്കെ ചെയ്യാം. സോ അതും ഓൾമോസ്റ്റ് ബുക്ക്ഡ് ആണ്. ബട്ട് അവരൊരു ഷെയർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഒറ്റയ്ക്ക് എടുക്കാതെ 1-2 ഷെയർസ് കൊടുക്കാൻ താല്പര്യമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം. ടെർഫും സ്വന്തമാക്കാൻ, അല്ലെങ്കിൽ ടെർഫ് എടുത്ത് നടത്തി വിജയിപ്പിക്കാൻ പറ്റുന്ന ബോധ്യമുള്ളവർക്ക് അതിനും നമ്മൾ കോൺടാക്ട് ചെയ്യാം. അതിന് ലീസ് അവൈലബിൾ ആണ്. ഇതൊക്കെ എൻ്റെ മനസ്സിലും ഇതിവിടെ വന്ന ആൾക്കാരുടെ മനസ്സിലുള്ള ആശയങ്ങളാണ്. അങ്ങനെ ഇന്നതെന്നില്ല, നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഒരു വലിയ കാര്യത്തെ പറ്റി ഒന്നും ചിന്തിക്കണ്ട കേട്ടോ. ഇപ്പം സീമാസോ അല്ലെങ്കിൽ ലുലു പോലുള്ള ഒരു വലിയ സംരംഭം അല്ല നമ്മുടെ മനസ്സിലുണ്ട്. ഒരു ചെറിയ 100 സ്ക്വയർ ഫീറ്റ്, ആ 100 സ്ക്വയർ ഫീറ്റിൽ കുത്തി നിറക്കിയ സാധനങ്ങൾ. ഇപ്പോൾ ഡ്രസ്സിൻ്റെയും ചെരുപ്പിൻ്റെയൊക്കെ തിരൂര്, ഗുജറാത്ത്, അവരൊക്കെ ഇഷ്ടം പോലെ ഹോൾസെയിലേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് 50 രൂപയ്ക്കും 40 രൂപയ്ക്കും ഷർട്ടും ടീഷർട്ടും കിട്ടും. ഇവിടെ കൊണ്ടുവന്ന് 100 രൂപയ്ക്ക് കൊടുത്തോ, 50% ആണ് പ്രോഫിറ്റ്. സോ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ചിന്തിക്കുക. ഞാൻ നിങ്ങളുടെ തലയിലേക്ക് സ്പൂൺ ഫീഡ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്താണ് തുടങ്ങേണ്ടത്? മുടിവെട്ടുകട തുടങ്ങണോ? സലൂൺ തുടങ്ങാം. ഓൾറെഡി സലൂൺസ് 1-2 പേര് വന്നിട്ടുണ്ട്. മസാജ് പാർലർ വന്നിട്ടുണ്ട്. മസാജ് പാർലർ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരി വരും. ഓക്കെ,
ആൻഡ് പിന്നെ മോമോസ് പോലുള്ള ഈ ഷോപ്പ് അങ്ങനെയാണ് കേട്ടോ. മോമോസ് പോലുള്ള ഫുഡ് ഐറ്റംസിന്റെ ഒരു ഷോപ്പാണ്. പിന്നെ മെഡിക്കൽ സ്റ്റോർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം സീസണൽ ഏരിയ ആണ്. ഐ മീൻ സീസണൽ ഒരു ഫെസ്റ്റിവൽ ഏരിയ ആണ്. പെരുന്നാളിന് അത്രയധികം കാഷ്വാലിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. മലയാറ്റൂർ നല്ലൊരു മെഡിക്കൽ സ്റ്റോർ ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് വന്നാൽ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, തുണികൾ, സമൂഹത്തിന് ദോഷം ചെയ്യാത്ത എന്ത് സാധനവും നിങ്ങൾക്ക് കൊണ്ടുവരാം. എന്താ മലയാളത്തിൽ പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടും. അതും കിട്ടും കേട്ടോ, ഉപ്പും കർപ്പൂരവും ഉണ്ട്. അത് പറഞ്ഞില്ല. ഇവിടെ മറ്റ് സ്റ്റോറുകൾ വരുന്നുണ്ട്, മീറ്റ് സ്റ്റാള്. ഇപ്പം ലുലുലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇറച്ചി, മീൻ, മുട്ട എല്ലാ കൈൻഡ് ആക്ടിവിറ്റീസിന്റെ സ്റ്റാളുകൾ വരുന്നുണ്ട്. ഫ്രൂട്ട്സിന്റെ സ്റ്റാളുകൾ വരുന്നുണ്ട്. വെജിറ്റബിൾസിന്റെയും പലചരക്ക് സാധനങ്ങളൊക്കെ ഒരു ഏരിയ അത് ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. പണിതിട്ടില്ല. മേ ബി മാർച്ചിന് ശേഷമായിരിക്കും ഇത് പണിയുള്ളൂ. സോ നിങ്ങൾക്ക് അത്തരം പർച്ചേസുകൾ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലുള്ള സാധനങ്ങൾ കൂടി ഇവിടെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് സാധനം മേടിക്കുക. ഇവ വണ്ടികളുടെ സ്പെയർ പാർട്സ് അത് പറഞ്ഞില്ല. വണ്ടികളുടെ സ്പെയർ പാർട്സിന് വേണ്ടി ഒരു ടീം വന്നിട്ടുണ്ട്. അവർ കൺഫേം ആയിട്ടില്ല, ബട്ട് അതും ഒരു ബിസിനസ്സാണ്. ഇതൊക്കെ ഭയങ്കര മാർജിനുള്ള ബിസിനസ്സാണ്. 40-50% മാർജിൻ ഉണ്ട് ഈ സാധനങ്ങൾക്കൊക്കെ. സോ സോ എന്താ പറയുക, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ത് സാധനങ്ങൾ വിൽക്കാനും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഇത്തരം ചെറിയ കോസ്റ്റിൽ ഞാൻ അതിന് വേണ്ട അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് ചെയ്തു തരാം. ആൻഡ് ഇത് മുതലാളിയുടെ തന്നെ സംരംഭമാണ്. ഒരു ചെറിയ ടെക്സ്റ്റൈലാണ്, ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. ഈ ഏരിയ ഫുള്ള് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇത് തുണിത്തരങ്ങളുടെയാണ്. കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെയുള്ള ചെറിയ ചെറിയ ഷോപ്പ്, വലിയ വിലയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരൂരിൽ നിന്നൊക്കെ പോയി എടുത്ത് 50 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ ഷർട്ടും ബനിയനും ഒക്കെ കിട്ടുന്ന ഷോപ്പാണ്. സീസണിലും നോൺ സീസണിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ ഏതെങ്കിലും പാർട്ടിക്ക് പോകുമ്പോൾ കിട്ടണമെങ്കിൽ സോ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരാം. ഇത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഇടുന്നത്. ടെക്സ്റ്റൈൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ പണ്ടേ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. കാരണം എനിക്കറിയാം ഇത്ര ചീപ്പിൽ കിട്ടും. ആൻഡ് മോർ ഓവർ ഇത് കേടായി പോകുന്ന സാധനമല്ല. ഇപ്പോൾ 2 ഷർട്ട് മേടിച്ചു, 10-15 ദിവസം കഴിഞ്ഞ് വിറ്റാലും കുഴപ്പമില്ല, കേടാവുന്ന സാധനമല്ലല്ലോ. സോ റിസ്ക് കുറവുള്ളൊരു ബിസിനസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ സാധനം ഞാൻ തന്നെ ചെയ്യുന്നത്. ബാക്കി ഷോപ്പുകളിലൊന്നും നമ്മളുടെ ഒരു ഇതില്ല. ഇപ്പം എന്നോട് പലരും ചോദിച്ചാൽ ഫ്രണ്ടേജ് ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇല്ല, അത് ബുക്ക്ഡായി പോയി. അപ്പോൾ അവരുടെ വിചാരം ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാന്ന. സോറി, ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഇവിടെ ഞാൻ എൻ്റേതായിട്ടുള്ള ഷോപ്പ് ഇത് മാത്രമാണ് തുടങ്ങുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്കുള്ളതാണ്. വരട്ടെ, ഇതൊന്ന് ക്ലിക്കായി വിജയിച്ചിട്ട് ഞാൻ തുടങ്ങാമെന്ന് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യില്ല. എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസ്ക് കൊടുക്കാതെ ഫുൾ സക്സസ് ആയിട്ട് നിങ്ങൾ വന്നൊരു ഷോപ്പ് ഇടുന്നതിലല്ല, കുറച്ചൊക്കെ റിസ്ക് എടുക്കണം. ഇപ്പം ഞാനെടുത്ത റിസ്ക് പോലെ നിങ്ങളും കുറച്ച് റിസ്ക് എടുത്തോ. നമുക്ക് ഇങ്ങനെ ഒരു പ്രസ്ഥാനം വലുതാക്കി വളർത്തിക്കൊണ്ട് വരാമെന്ന്. മലയാറ്റൂർ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് വന്നാൽ ഞാൻ മാത്രമല്ല ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 300 ഷോപ്പ്, അത് 300 കുടുംബങ്ങളിലേക്കായിരിക്കും അതിൻ്റെ വരുമാനം പോവുക. എത്രയോ പേർക്ക് ജോലി കിട്ടും. 300 ഷോപ്പിൽ 1-2 ജോലിക്കാർ വേണമല്ലോ. എത്ര ആൾക്കാർക്ക്, എത്ര കുടുംബങ്ങളിലേക്കാണ് ജോലി പോകുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ ക്ലീനിങ്, മറ്റ് ഫെസിലിറ്റികൾക്കൊക്കെ ഒത്തിരി സ്റ്റാഫുകൾക്ക് ആവശ്യമുള്ളതാണ്. സോ ഒരു കുറച്ചൊക്കെ റിസ്ക്. ഇപ്പോൾ ഞാൻ വികസിക്കുന്നതിനുപരി നാടിൻ്റെ വികസനം, ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലേക്കും ഒരു ചെറിയ വരുമാനം എത്തുന്ന ഒരു പ്രൊജക്റ്റ് കൂടി ആയതുകൊണ്ട് സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ റിസ്ക്, ഒരു കച്ചവടം തുടങ്ങുന്ന ഒരു ചെറിയ റിസ്ക് എടുക്കാൻ എല്ലാവരും മനസ്സ് കാണിക്കണം. റിസ്ക് എടുത്തവനെ നാട്ടിൽ വിജയിക്കുള്ളൂ. സോ ഇതിൻ്റെ ഒരു 80% റിസ്ക്കും ഞാൻ തന്നെ എടുത്തിരിക്കുന്നത്. ഒരു 10-20% റിസ്ക് എടുക്കാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൾട്ടിപ്പിൾ കടകൾ ഉണ്ടെങ്കിൽ ആ സംരംഭം വിജയിക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അതിന് എക്സാമ്പിൾ അങ്കമാലിലേക്ക് പോയാൽ എത്ര തുണിക്കടയോടെ ആൾക്കാർക്ക് എവിടേക്ക് പോകണേ? എല്ലാ തുണിക്കടയിലും തിരക്കാം. സോ ഒരു കട എന്നുള്ളതിലല്ല, ഇപ്പൊ തുണിക്കട തന്നെ 10-100 വേണം. അപ്പോൾ ഡൽഹി സരോജിനി മാർക്കറ്റിൽ പോയി എത്ര തുണിക്കടയാ, 100 ഷോപ്പ് അങ്ങാണ്ടുണ്ട് ഒരേ ഐറ്റത്തിന്റെ. അങ്ങനെ വന്നാലേ എന്താ പറയുക, ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടാവുള്ളൂ. ഒരു തുണിക്കടയല്ല, 100 തുണിക്കട വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. 100 ചെരുപ്പ് കട വരണം, 100 ഫുഡ് കോർട്ട് വരണം. ഇപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം ബേക്കറീസ് തുടങ്ങിയ 1-2 പേര് വന്നു, ചേട്ടാ ഇനിയും ബേക്കറിക്ക് കട കൊടുക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ പറയാൻ പറ്റില്ല, ബിക്കോസ് ഒരാളെടുത്തിട്ട് അവനോട് എന്ത് ചെയ്യേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഫുഡ് ഐറ്റംസിന് കൊടുക്കുന്ന കടയിൽ ഫുഡ് ഐറ്റമായി ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും അവന് കച്ചവടം ചെയ്യാം. ഞാൻ അവനോട് പറഞ്ഞു ഇത് നിങ്ങൾ ഈ ചിന്ത മണ്ടത്തരമാണ്. ഒരു ബേക്കറി വന്നേക്കായും കൂടുതൽ നിങ്ങൾക്ക് കച്ചവടം കിട്ടുന്നത് 4-5 ബേക്കറി വന്നാൽ ഈ ഏരിയയിലേക്ക് ആൾക്കാർ വരുള്ളൂ. ആക്ച്വലി നിങ്ങളുടെ കച്ചവടം കൂടുകയുള്ളൂ. സോ ഓൾറെഡി ഒരു ഷോപ്പ് ഉണ്ട്, ഇനി ഞാൻ ഇടല്ല എന്ന് വിചാരിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. ഒരു ഷോപ്പിനല്ല, 100 ഷോപ്പിനുള്ള ആവശ്യക്കാർ ഇവിടെ ഉണ്ട്. സീസണിൽ നിങ്ങളൊന്ന് വന്ന് നോക്ക്. പെരുന്നാൾ സീസൺ വന്നാൽ പ്രത്യേകിച്ച് പറയണോ, ഒന്നും വേണ്ട. ഇനി പെരുന്നാൾ വിട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ പോയി. അവിടുത്തെ എൻ്റെ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പോണ ദിവസമായി. ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ എന്നാ സെർച്ച് ചെയ്യുന്നറിയോ, വീട്ടിലേക്ക് എന്തെങ്കിലും മേടിക്കണ്ടേ? 2 പിള്ളേരൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചിട്ടോ ഒന്നെങ്കിൽ വീട്ടിൽ കയറ്റില്ല. അപ്പം ഷോപ്പിംഗ് സ്ട്രീറ്റ് നിയർ മീ എന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. കേരളം കാണാൻ വന്നൊരു ഗസ്റ്റ് ഈ സാധനം സെർച്ച് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? എനിക്ക് തോന്നുന്നു ആകെ ആ ബ്രോഡ്വേയിലെ കുറച്ച് മാർക്കറ്റുകൾ അതായിരിക്കും കാണാനുള്ളത്. അല്ലാതെ ഇതുപോലത്തെ ഒരു ഡൽഹിയിലോ ബോംബെയിലേക്കുള്ള ഇതുപോലത്തെ ഒരു മാർക്കറ്റ് ഇല്ല. സോ അത് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഇല്ല എന്നാണ് നിങ്ങൾ തോന്നുന്നത്. കൊച്ചിൻ എയർപോർട്ടിൽ വരുന്നവർ മാത്രം സെർച്ച് ചെയ്താൽ മതി. എനിക്കൊരു ഷോപ്പിംഗ് ചെയ്യണം, അല്ലെങ്കിൽ മലയാറ്റൂർ പള്ളിയിൽ മല കയറാൻ വന്ന ആൾക്കാർ, പള്ളി കാണാൻ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആകെ നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് ബജ്ജിക്കടയാ, കുറച്ച് ഹോട്ടലും കുറച്ച് ബജ്ജിക്കടയേ ഉള്ളൂ. അത് മതിയോ? ഇത്രയും വലിയ പെരുന്നാൾ മല കയറാനൊക്കെ വരുന്നവർക്ക് തിരിച്ചു പോകുമ്പോൾ കൊച്ചുങ്ങൾക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളോ ഡ്രസ്സോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഇല്ല. സോ കൊച്ചിയിലല്ല, ഈവൻ കേരളത്തിന് മൊത്തം കേസ് എടുത്താലും നിങ്ങൾ ഈ സെർച്ചിന് ബെസ്റ്റ് ഷോപ്പിംഗ് മാർക്കറ്റ്, ഷോപ്പിംഗ് സ്ട്രീറ്റ് നിയർ മീ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇതായിരിക്കും.
ഇന്നോ നാളെ ആവുന്നല്ല, മേ ബി 2-3 കൊല്ലത്തിനുള്ളിൽ ഈ ഫുൾ കാര്യങ്ങൾ നടപ്പിലാവുമ്പം ഇതായിരിക്കും ഇങ്ങനെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ്. നിങ്ങൾ ഞെട്ടിപ്പോകുന്നൊരു വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുക. ആൻഡ് ഇത് ചെറുതല്ല, ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് 200 കടയൊക്കെയാണ് മാക്സിമം ഉള്ളൂ. 150-200 ഷോപ്പുകളാണ് ഏറ്റവും വലിയ ഇന്ത്യൻ മാർക്കറ്റിൽ സിംഗിൾ മാർക്കറ്റിലുള്ളൂ. ഡൽഹി മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കടയുണ്ടാവും. ഇപ്പോൾ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റിലേക്ക് കയറിയാൽ അവിടെ 100 ചില്ലാൻ കടകളുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ 300-ലധികം ഷോപ്പ്. അതിൽ തന്നെ ടർഫ്, ജിമ്മ്, സ്വിമ്മിംഗ് പരിശീലനം ആൻഡ് കയാക്കിംഗ്, ബോട്ടിംഗ് ഒക്കെ ഫെസിലിറ്റി വേറെ വരുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞില്ല, ബോട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ചേ, മറ്റ് ആക്ടിവിറ്റീസ്, അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസുകളൊക്കെ വരുന്നുണ്ട്. ലൈക്ക് മറ്റേ മലയിലൊക്കെ ഓടിക്കുന്ന സ്കൂട്ടർ ഉണ്ടല്ലോ, ആ സാധനം വരുന്നുണ്ട്. കുതിര സഫാരി വരുന്നുണ്ട്. കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണേ, ആനയുടെയും കുതിരയുടെയൊക്കെ പുറത്ത് സഞ്ചരിക്കില്ലേ, ആന തൽക്കാലം ഇല്ല. തൽക്കാലം കുതിരേനെ നമ്മൾ കൊണ്ടുവരും. കുതിര സഫാരി, തിയേറ്റർ, ഒരു മിനി തിയേറ്റർ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇതൊക്കെ നല്ല ഇൻവെസ്റ്റേഴ്സിനെ കിട്ടിയാൽ, മിനി തിയേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ മുടക്കാനുള്ള പരിപാടിയാണ്. സോ അത് നമ്മൾ സാധാരണക്കാരെ കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. മേ ബി 10-20-30 ലക്ഷങ്ങളോ ആവശ്യം വരും. മിനി തിയേറ്റർ ഞാൻ ഉദ്ദേശിച്ചത് ദുബായിലൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ ഫിലിമിലൂടെ പോകുന്ന പോലെ തോന്നും. എന്താ പറയുക, ഇപ്പോൾ അവതാർ സിനിമയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അവർ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മളും വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. സീറ്റിൽ നിന്ന് നമ്മുടെ മുഖത്തേക്ക് വെള്ളമൊക്കെ അടിക്കും. സോ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ദുബായ് ഫെസ്റ്റിവലിനൊക്കെ അത് കാണിക്കാറുണ്ട്. 500 രൂപയോ 400 രൂപയ്ക്കാണ്, അരമണിക്കൂർ ഷോയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സിനിമ ഇടും, സീറ്റ് അനങ്ങും. ഇങ്ങനെ ഇപ്പം മലയിൽ നിന്ന് കറങ്ങി വീഴുന്നതാണെങ്കിൽ നമ്മൾ കറങ്ങി വീഴുന്ന പോലെ തോന്നും. സോ അങ്ങനെ ഒരു തിയേറ്ററൊക്കെ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് എൻ്റെ മനസ്സിൽ. ഞാൻ ഡയറക്റ്റ് അത് ചെയ്തൊന്നും വരില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതൊക്കെ ഇത്തിരി കോസ്റ്റ്ലിയാണ്. ചെറിയൊരു ഷോപ്പ് ഇടണമെങ്കിൽ മേ ബി 1 ലക്ഷം രൂപ മതി. ഇപ്പോൾ പലരും ചോദിക്കാനുള്ള ചോദ്യമാണ്, എത്ര രൂപ വേണം അവിടെ ഒരു ഷോപ്പ് ഇടാൻ? ഇപ്പോൾ ഒരു ചെറിയ ഷോപ്പ്, ഒരു തുണിക്കടയോ അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ ഷോപ്പ് ഇടാൻ 1 ലക്ഷം രൂപ ധാരാളം. ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ലാവിഷായി ആ ഷോപ്പ് നിറയ്ക്കാനുള്ള ഐറ്റംസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ബട്ട് ഈ പറയുന്ന പോലെ തിയേറ്റർ പോലുള്ള സാധനത്തിന് മേ ബി 20-30 ലക്ഷം രൂപയൊക്കെ മുടക്ക് വരും. ഈവൻ ചിൽഡ്രൻസ് പാർക്ക്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചിൽഡ്രൻസ് കുട്ടികളുടെ ഇൻഡോർ സ്റ്റേഷനൊക്കെ ചെയ്യാനായിട്ട് ഒരു 20 ലക്ഷം രൂപയൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ അതിനെപ്പറ്റി സെർച്ച് ചെയ്യുക. ഈ ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട് ഗുജറാത്തിലൊക്കെ. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ സാധനം അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. സോ താല്പര്യമുള്ളവരൊക്കെ നിങ്ങളുടെ രീതിയിൽ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ എന്നെ കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാനും നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഐ പ്രസന്റ് യു കാർണിവൽ മാർക്കറ്റ് മലയാറ്റൂർ. അപ്പം എങ്ങനെയാ തുടങ്ങാല്ലേ? നമുക്കൊരു വിപ്ലവം തീർത്താലോ?